ഇരിക്കൂ. എന്താ പേര്? ശ്രീരാജ്. വാട്ട് ആർ യു? അസിസ്റ്റന്റ് മാനേജർ. മിനിഞ്ഞാന്ന് രാമോഹൻ എത്ര മണിക്കാണ് അവിടുന്ന് പോയത്? 5:15 കാണും. എത്ര മണി വരെ ഓഫീസ്? 5 മണി വരെ. പിന്നെന്താ നിങ്ങൾ 5:15 വരെ ഇരുന്നത്? പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് കൊണ്ടുള്ള ഫയൽ എന്തോ എടുക്കാനുള്ളതുകൊണ്ട് സാറ് വരുന്നവരെ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓഹോ, അപ്പൊ രാമോഹൻ അന്ന് ഓഫീസിൽ ഇല്ലായിരുന്നു? രാവിലെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് പോയി. എവിടേക്കാണ് പോയെന്ന് പറഞ്ഞു? ഇല്ല. രാമോഹനെ ഒന്ന് വൈകുന്നേരം ആരെങ്കിലും ഫോണിൽ വിളിച്ചിരുന്നോ? അറിയില്ല. ഓഫീസ് കൂട്ടി ഞാൻ ഇറങ്ങുമ്പോൾ ഫോണിന്റെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. തുറന്നകത്ത് വന്നപ്പോഴേക്കും നിന്നുപോയി. ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ശേഷം രാമോഹൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാമോ? സാറ് ക്ലബിലായിരുന്നെന്ന് തോന്നുന്നു. ഒരു 7:30 മണിക്ക് ഞാൻ അതിൽ പോയപ്പോ സാറിന്റെ കാറോടെ കിടപ്പുണ്ടായിരുന്നു. അത് ശരി. ഏത് ക്ലബ്ബ്? മെട്രോ. 5 മണി വരെ രാമോഹൻ ഇവിടെ ഇല്ലായിരുന്നു. Then it is possible. ക്ലബിലായിരുന്നല്ലേ സാർ പറഞ്ഞത്? പിന്നെങ്ങനെ ബോഡി കൊണ്ടുപോയി ട്രാക്കിലിടും? ഇരിക്കു സാർ. ആ എഞ്ചിനീയർ രാമോഹൻ മിനിഞ്ഞാന്ന് വൈകിട്ടോടെ വന്നിരുന്നോ? ഓ സാർ. എത്ര മണിക്കാ വന്നത്? രാത്രി ഏകദേശം 9 മണിയായി കാണും. എന്നിട്ട് എപ്പോ പോയി? അപ്പൊ തന്നെ പോയി. എന്താ ഉടനെ പോയത്? രാജഗോപാല സാറിന്റെ കാർ തിരിച്ചു കൊടുക്കാനാ രാമോഹൻ വന്നത്. രാജഗോപാല സാർ പോയെന്നറിഞ്ഞപ്പോ ഉടനെ തന്നെ പോയി. അപ്പോ രാമോഹന്റെ കാർ ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ? ഓ സാർ, മിനിഞ്ഞാന്ന് രാജഗോപാൽ സാർ ആ കാറിലാ വന്നത്. ആരായി രാജഗോപാൽ? PWD എഞ്ചിനീയറാ സാർ. ഒരു 6-6:30 മണിയായപ്പോഴാണ് മോഹൻ വന്ന് കാർ ചോദിച്ചത്. ബോംബെയിൽ നിന്ന് 5-6 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവരെ അവിടെ ഡ്രോപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അവന്റെ ആ പീക്കിരി കാറിൽ 5-6 പേർക്ക് കയറാനും പറ്റില്ലല്ലോ. കാർ ചോദിച്ചപ്പോ രാമോഹൻ വല്ല പരിഭ്രമം മറ്റോ ഉള്ളതായി നിങ്ങൾക്ക് തോന്നിയോ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. തിരിച്ചു വന്നപ്പോഴോ? അപ്പോൾ അവന് ധൃതിയായിരുന്നു. ഫാമിലിയും കൂട്ടി സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് വേഗം പോയി. ഏതാ നിങ്ങളുടെ കാർ? അംബാസഡർ പുറത്ത് കിടപ്പുണ്ട്. അത് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. കാറോ? അതെന്തിനാ സാർ? മോഹൻ എന്റെ കാർ വല്ലവരും ദേഹത്ത് കയറ്റിയോ? കാറ് കയറ്റിയില്ല, പക്ഷെ കാറിനകത്ത് കയറ്റാൻ പാടില്ലാത്തതെന്തോ കയറ്റിയിട്ടുണ്ട്. മോഹൻ വല്ല കള്ളക്കടത്തിനും പെട്ടോ സാർ? അങ്ങനെ വല്ല ഏർപ്പാടുമുണ്ടോ അയാൾക്ക്? ഇല്ല, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. രാമോഹനെ നിങ്ങൾക്ക് അടുത്തറിയാമോ? എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാ. ആളെങ്ങനെ? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ വീക്ക്നെസ് ഉള്ളത് പെമ്പിള്ളേരാ. കല്യാണം കഴിച്ച പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും അവസരം കിട്ടിയാൽ നഷ്ടപ്പെടുത്തില്ല അല്ലേ? അത് ശരിയാ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ മോഹൻ അടുപ്പിക്കാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് ഞങ്ങൾ പറയാറുണ്ട്. അടുത്ത കാലത്ത് അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടിയെ കുറിച്ച് രാമോഹൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒന്നും ഇല്ല. പിന്നെ 2 മാസം മുമ്പ് വിമൻസ് കോളേജിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ കൊണ്ട് മലമ്പുഴയ്ക്ക് പോയെന്ന് പറഞ്ഞു കേട്ടു. അതേപ്പറ്റി രാമോഹൻ